ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 21. സോ 20 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന എപ്പിസോഡാണല്ലോ 21ാമത്തെ എപ്പിസോഡ്. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 20 എപ്പിസോഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഞാൻ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി അതേപോലെ അവിടെ ഡ്രോപ്പ് ചെയ്യും. പക്ഷേ ഇത് ഞാൻ തുടങ്ങി, ഇത് ഞാൻ 21ാമത്തെ അല്ല 20 കംപ്ലീറ്റ് ആക്കി. ഞാൻ അങ്ങനെ ഇരുന്നങ്ങനെ ആലോചിച്ചേ, എടാ ഞാൻ 20 ചെയ്ത് 20 വീഡിയോ അപ്ലോഡ് ചെയ്ത് അല്ല ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്. പിന്നെ അതൊക്കെ പോട്ടെ, ഈ 20ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് വന്നു. ഈ മെസ്സേജ് വന്നതിലൊക്കെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും പറയണടാ ലവ് കോഡ്സ് കൂടുതൽ വേണം, ലവ് കോഡ്സ് കൂടുതൽ വേണം. സീരിയസ്ലി ലൈക്ക് ലവ് കോഡ്സ് അത്രക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. കാരണം നമ്മളെ വീഡിയോസിൽ പലതരത്തിലുള്ള കോഡ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലവ് കോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈക്ക് മോട്ടിവേഷണൽ കോഡ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ ആളുകളും ലവ് കോഡ്സ് വേണം ലവ് കോഡ്സ് വേണം എന്ന് പറയുന്നത്? പ്രണയത്തിനെ കുറിച്ച് മനോഹരമായ വാക്കുകൾ ഇങ്ങനെ ഓരോരുത്തർ എഴുതിയത് കാണുമ്പോൾ വല്ലാത്ത ഫീൽ വരുന്നുണ്ട് നിങ്ങൾക്ക്? അതിങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രണയിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. കാരണം ലൈക്ക് ആരോ ഒരാൾ കമൻറ്റിലും ഇടുന്നുണ്ട്, എന്താ പറയുക, ലവ് കോഡ്സ് വേണം ലവ് കോഡ്സ് വേണം. ഞാൻ അങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ ലവ് കോഡ്സിന് ഇത്രയും ഫാൻസ് വരാനുള്ളത്? എന്താണെങ്കിലും ഞാൻ ലൈക്ക് ആ ആളുകളോടൊക്കെ ഞാൻ പറ്റുന്ന ആളുകളോടും പറഞ്ഞു, ലവ് കോഡ്സ് മാത്രം നമുക്ക് പോസ്റ്റ് ചെയ്താൽ ഭയങ്കര ബോറായി പോകും. കാരണം ഒരേ കാര്യം റിപ്പീറ്റഡ്ലി വരുന്ന സമയത്ത് ലൈക്ക് മീനിങ് ഒന്നാണെങ്കിലും വേർഡ്സ് മാറും, ഓക്കെ ശരിയാ. പക്ഷെ അതൊരു പരിധിയിലപ്പുറം അത് തന്നെ വരുന്ന സമയത്ത് ആളുകൾക്ക് ബോറടിക്കും. സോ നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വരുന്നതല്ലേ നല്ലത്. അപ്പം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ലവ് കോഡ്സ് മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്തോളി, കാണുന്ന ആളുകളൊക്കെ ലവ് കോഡ്സ് മാത്രം മതിയോ വേണ്ടതെന്ന്. അപ്പോൾ ഇതൊരു 21ാമത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെ കോഡ്സ് ആണ് എന്തൊക്കെ റൈറ്റിങ്സ് ആണ് വന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ, എഴുത്തുകൾ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. കൂടെയുള്ളവർ എന്നും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയില്ല. സത്യമാണടാ. ലൈക്ക് ലിറ്ററലി ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൂടെ ഉള്ള എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ഈ ദുനിയാവിൽ വേറെ ഇല്ല. എടാ, എവ്രിതിങ് ഈസ് ടെമ്പററി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. പണ്ട് ആരോ എഴുതിയ ഒരു ലൈനാണത്. പക്ഷെ അതുണ്ടല്ലോ, ലൈഫിൽ എന്താ പറയുക, മാറ്റി വെക്കാൻ പറ്റാത്ത കുറച്ച് സത്യങ്ങളുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ. അതായത് ഒരിക്കലും ആ സത്യങ്ങളൊന്നും മാറാൻ പറ്റില്ല. ആ സത്യങ്ങൾക്ക് ഒരിക്കലും മരണമില്ല എന്ന് പറയുന്നവർ അങ്ങനത്തെ ഒരു സത്യമാണത്. എന്ത്, നമ്മളെ കൂടെ ഉള്ള ആളുകൾ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്, ഇന്നലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. പക്ഷെ ആളുകൾ ഇനി നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ ഇനി ഒരു 10 വർഷം കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ഉറപ്പുണ്ടാവും? അങ്ങനെ എല്ലാ കാലത്തും നമ്മളെ കൂടെ ഇവരുണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. അത് വലിയൊരു മണ്ടത്തരാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളെ കൂടെ ഇന്ന് ആരൊക്കെ ഉണ്ടോ അവർ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്, നാളെ പോലും അവർ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കരുത്. പല കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. സോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പിന്മേലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താ അറിയോ? നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പോയിന്റിൽ നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റൂലടാ. കാരണം ചില ആളുകളൊക്കെ ലൈക്ക് നമ്മൾ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാവും, നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന ആളുകൾ ലൈക്ക് എല്ലാ കാലത്തും കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ഗുഡ് ബൈ ലൈക്ക് മേ ബി അത് എന്നേക്കുമായുള്ള ഗുഡ് ബൈ ആണെങ്കിലോ? യു വൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മെന്റ്? അത് തന്നെ, ഡെത്ത്. അതാണെങ്കിലോ സംഭവിച്ചത്? എല്ലാ കാലത്തും കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രയും നല്ലത്. പക്ഷെ ഉണ്ടാവണം എന്ന് വാശി പിടിക്കുകയും ചെയ്യരുത്, ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യരുത്. ഉള്ള കാലം അത്രയും ഉണ്ട് എന്ന് മാത്രം ബി ഹാപ്പി, അതിൽ മാത്രം നിൽക്കുക. അല്ലാണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കരുത് ആരും. അത് നമുക്ക് തന്നെയാണ് പിന്നീട് പണിയായിട്ട് വരിക. സോ എപ്പോഴും അത് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹീലിംഗ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. അഡൾട്ടിങ് ഈസ് വെൻ യു റിയലൈസ് ദാറ്റ് ഓൾ യു നീഡ് ഈസ് എ ഹോം, സ്റ്റേബിൾ ഇൻകം ആൻഡ് എ പീസ്ഫുൾ പാർട്ട്ണർ. പോയിന്റ്. അഡൾട്ടിങ് എന്ന് പറയുന്നത് ലൈക്ക് ഇത് അഡൾട്ടിങ്ങിനെ കുറിച്ച് ഒരു 100 കണക്കിന് റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ കാണലുണ്ട്.
അതായത് സ്റ്റാർട്ടിംഗ് ലൈൻ ഇങ്ങനെ ഉണ്ടാവുക, അഡൽട്ടിങ് ഈസ് വെൻ യു റിയലൈസ് ദാറ്റ്, അഡൽട്ടിങ് ഈസ് വെൻ യു റിയലൈസ് ദിസ്, അഡൽട്ടിങ് ഈസ് വെൻ യു റിയലൈസ് ദാറ്റ്. ഇതെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ലൈക്ക് മെജോറിറ്റി ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു വീട്, പ്രോപ്പറായ ഒരു സ്റ്റേബിൾ ഇൻകം, സമാധാനമുള്ള ഒരു ജീവിതം. ഒരു 90-99% ആളുകളുടെ ആ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനമുള്ള ജീവിതം, റൈറ്റ്? അതായത് നമുക്കിപ്പം മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഹൈ ക്ലാസ് ആയിക്കോട്ടെ, ലോ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് എവ്രി ഹ്യൂമൻ നീഡ് പീസ്, എ പീസ്ഫുൾ ലൈഫ്, സമാധാനമായ ഒരു ജീവിതം. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാവും ഒരു വീട്. അതൊരു കൊച്ചു വീടാണെങ്കിലും സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു വീട്, ഒരു പ്രോപ്പറായ ഇൻകം, എല്ലാത്തിനും പുറമെ സമാധാനമുള്ളൊരു ജീവിതം. ഇത് ആഗ്രഹിക്കാത്ത മനുഷ്യർ ഈ ദുനിയാവിൽ വളരെ 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 കുറവാണ്. ഇതുപോലും ആഗ്രഹിക്കാത്ത മനുഷ്യരാണെങ്കിൽ അവർ ലൈഫിൽ അത്രയും അനുഭവിച്ച് കഴിഞ്ഞ് മടുത്തു പോയിട്ടുണ്ടാവും. സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ലോകത്തു നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ആഗ്രഹിക്കാതെ നിൽക്കുക. ഒരു വീട് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല, വരുമാനം ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല, എല്ലാം പോട്ടെ, സമാധാനമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരത്ര അനുഭവിച്ചിട്ടുണ്ടാവില്ലേ, മതിയായിട്ടുണ്ടാവില്ലേ ഈ ഒരു ജീവിതം? എന്തായാലേ എല്ലാവർക്കും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ. സോ നെക്സ്റ്റ് വൺ, സിറാജ് സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, നീ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മതി, വഴികളെല്ലാം താനേ തെളിഞ്ഞു വരും. മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതിലേക്കാണ്ട് ഇറങ്ങിത്തിരിക്കുക. അത് നടക്കുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റുമോ, ഞാനത് ചെയ്താൽ ബാക്കിയുള്ളവരെന്താ പറയുക, ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലുണ്ടാവും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മൾ അതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക, അതങ്ങോട്ട് തുടങ്ങുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എടാ, നമ്മളെ കൂടെ ഇന്നുള്ള ആളുകളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. നമ്മളെ ഇന്ന് കളിയാക്കുന്ന ആളുകൾ എല്ലാ കാലത്തും നമ്മളെ കളിയാക്കൂല. ചിലപ്പോൾ ഒരാഴ്ച കളിയാക്കുമായിരിക്കും, പോട്ടെ, ഒരു മാസം കളിയാക്കുമായിരിക്കും, ഇനിയിപ്പോൾ അതും പോട്ടെ, ഒരു 2 മാസം കളിയാക്കി, 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇവർ കളിയാക്കും. ഒരു വർഷം കഴിയുമ്പോൾ ഇവർക്കതാണോ പണി? ലൈക്ക് നമ്മളിങ്ങനെ കളിയാക്കി പോകുകൊണ്ട് നമ്മളെ ബാക്കിൽ എടുക്കുന്ന പണി അല്ലടാ. അതിൽ എല്ലാവരും അവനവൻ്റെ ലൈഫായിട്ട് പോകും. ഓരോരുത്തർക്കും ജീവിക്കാൻ ഓരോരുത്തർക്കും ഒരു ലൈഫുണ്ട്. ഒരു പരിധിയിലപ്പുറം ആരും മറ്റൊരാളുടെ കാര്യത്തിൽ തലയിടാനോ അല്ലെങ്കിൽ പറഞ്ഞ് കളിയാക്കാനോ പോവില്ല. കാരണം ഓർക്കും റെസ്പോൺസിബിലിറ്റീസ് കൂടും, ഓർക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരും, ബാധ്യതകൾ വരും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കിൽ വരാനോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനൊന്നും ഒരു പരിധിയിലപ്പുറം ആർക്കും ടൈം ഉണ്ടാവില്ല. സോ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറങ്ങിത്തിരിക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പതിയെ 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 ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുക. എല്ലാത്തിനും മുന്നിൽ നമ്മൾ ആദ്യം കാണേണ്ടത്, നമുക്കൊരു സ്വപ്നം വേണം. ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേണം. സോ എല്ലാവരും സ്വപ്നങ്ങൾ കാണും, അതിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അത് നടക്കൂല എന്നൊന്നും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആലോചിക്കേണ്ടത്, ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഒരു കൊടും കാട് നമ്മൾ കണ്ട്, ഭയങ്കര വലിയൊരു കാടാണ്, ഭയങ്കര കൊടും കാടാണ്, നമുക്ക് ലൈക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയി ആ കാടിൻ്റെ ഉള്ളിലെത്തിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ മരവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഓരോ മരത്തിൻ്റെ ഇടയിലും ചിലപ്പം വെളിച്ചം ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കണ്ട പോലെ ആവില്ല അതിൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ അവിടെ എത്തിയത് കൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റിയത്. അതിൻ്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടെന്നും നമ്മൾ വിചാരിച്ച പോലെ അത്ര ടഫ് അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയോണ്ടാണ്. വിച്ച് മീൻസ് നമ്മൾ അവിടെ പോയത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ അവിടെ പല കാര്യങ്ങളും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് നമുക്ക് ചിലപ്പോൾ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. പക്ഷെ വൺസ് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല, ഭയങ്കര ഈസി ആവും. ഇറങ്ങി തിരിച്ചാൽ മതി. അപ്പോൾ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങി തിരിക്കുക, മടിച്ച് പുറകോട്ട് മാറി നിൽക്കരുത്. ആരും ലൈക്ക് പല ആളുകളും പല കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ട് അത് പേടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഇറങ്ങാതെ നിൽക്കുന്നതെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. ദർ ഇസ് ഓൺലി വൺ ലൈഫ്, സോ റിമെമ്പർ ദാറ്റ്. അടുത്തത് ചെത്ത് ക്രിയേഷൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, എവ്രി പേഴ്സൺ ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് ദെയർ ഓൺ സിറ്റുവേഷൻ, സോ എവ്രി സൈലൻസ് ഈസ് നോട്ട് ഈഗോ.
ഇത് നമ്മൾ കഴിഞ്ഞ ലൈക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതൊക്കെയോ വീഡിയോയിൽ ഇതിൻ്റെ പല പല ലൈക്ക് ടൈപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണ്, സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ നമ്മളോട് ഭയങ്കര സൈലൻ്റ് ആവും, ഒരു ബിഹേവിയർ മാറിയിട്ടുണ്ടാകാം, ഇന്നലെ കണ്ട പോലെ ആവില്ല ഇന്ന്, ഇന്നലെ പെരുമാറിയതുപോലെ ആവില്ല ഇന്ന് പെരുമാറുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടാകാം, ചോദിക്കുന്നതിന് മറുപടികളൊന്നും ഉണ്ടാവില്ല. മേ ബി ഇന്നലെ ഭയങ്കര ആക്റ്റീവ് ആവും, ഇന്ന് തീരെ ആക്റ്റീവ് അല്ല, ഇന്നലെ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആവും, ഇന്ന് തീരെ എക്സ്ട്രോവേർട്ട് അല്ല. ഇങ്ങനെയുള്ള പല ആളുകളും ഉണ്ടാവും. ഇതൊന്നും ചിലപ്പോൾ അവർ മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം കൊണ്ടോ ചെയ്യുന്നതോ ആവൂലടാ. ലൈഫല്ലേ, പല തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ അല്ല എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്. എത്ര ആളുകളാണ് ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്നത്, ലൈഫ് ഒന്ന് രക്ഷപ്പെടുത്താനും ആഗ്രഹിച്ച കാര്യങ്ങളൊന്ന് നേടിയെടുക്കാനൊക്കെ. ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ സമയത്തും എല്ലാവരെ കൊണ്ടും ഒരേപോലെ ആയി നിൽക്കാൻ കഴിയൂല. ചില ആളുകൾ സൈലൻ്റ് ആയി പോകും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടായേക്കാം. ബട്ട് സ്റ്റിൽ അതിൻ്റെ മറ്റൊരു വശത്ത് അവർ ചിലപ്പോൾ അതൊന്നും ചിന്തിക്കുന്ന കൂടി ഉണ്ടാവില്ല. അവർ വേറെ ഏതോ ടെൻഷനിലാവും, വേറെ ഏതോ കാര്യത്തിൻ്റെ പുറകിലാവും. അത് മനസ്സിലാക്കുക എന്നതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലേ? നമ്മളെ ഫേവറേറ്റ് ആയ ആളുകൾ നമ്മളോടൊന്ന് ചൂടായി എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം നമ്മളോടൊന്ന് മാറുമ്പോഴത്തേനും നമുക്ക് അവരോട് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് ദേഷ്യം തോന്നുന്നത്? ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ പോകുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് നമുക്കറിയില്ലല്ലോ. അടുത്തത് പെൻസിൽ മാസ്റ്റർ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ചിലപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ആയിരുന്നു, മിസ്സായിപ്പോയി. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കഥയിലെ മോശം കഥാപാത്രമായിരിക്കും. എടാ, എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ലൈക്ക് ഞാൻ എല്ലാവരോടും കൂടി പറയട്ടെ. നമ്മളെല്ലാവരും ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പ് വരുത്തണം. എല്ലാവരും അവരുടെ ചുറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ആളുകളാവണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങളാകാം, നമ്മൾ ലൈക്ക് ഒരാളെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പല ആളുകളുടെയും ജീവിതത്തിലൂടെ നമുക്ക് നെഗറ്റീവ് റോളുകളാവും അവർ വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പല ആളുകളും നമ്മളെ കാണുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാകാം. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. അവരെ പറഞ്ഞ് തിരുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മൾ അവരെ തിരുത്താൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞൊരിക്കലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും നമുക്ക് ഒരാളെ കൊണ്ട് നമ്മൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ഞങ്ങളെ വിശ്വസിക്കണം എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ലൈക്ക് അവർ നമ്മളെ എങ്ങനെ വിശ്വസിക്കണം, ഈ കാര്യങ്ങൾ അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുക. നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഓൾറെഡി ഒരു തീരുമാനം ഉണ്ടാവും. എന്ത്, ഈ നമ്മൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന ആൾ ഇങ്ങനെയാണെന്നൊക്കെ. ഇത് പറഞ്ഞ് തിരുത്താൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ടൈം ലൈഫ് ഇങ്ങനെ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഒന്നും ആവില്ല, ഒരു നൂറുകണക്കിന് ആളുകളോട് നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരാളോട് ചെന്നിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വി ആർ വേസ്റ്റിംഗ് അവർ ഓൺ ലൈഫ്. സോ അത് എല്ലാവരും ഒന്ന് ആലോചിക്കുക. പിന്നെ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കരുത്. എല്ലാവരുടെ മനസ്സിലും നമ്മളൊരു നല്ല ആളാണെന്നുള്ളൊരു പേര് വരുത്തണം, അല്ലെങ്കിൽ ആ ആളുകളുടെ മനസ്സിലൊരിക്കലും നമ്മളൊരു മോശമാണ് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കൊരിക്കലും മനസ്സമാധാനമായിട്ട് ജീവിക്കാനില്ല. കാരണം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യണം എന്നൊന്നും നമ്മളെ കയ്യിലല്ല. അതൊക്കെ നമ്മളിപ്പോൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും കുറേ ആളുകൾക്ക് ഓൾറെഡി ഒരു ഇമേജ് നമ്മളെക്കുറിച്ച് ഉണ്ടാവും. അത് മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. സോ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഫ്രീഡം നമ്മൾ കാരണം ഇല്ലാണ്ടാക്കാതെ, അതുപോലെ തന്നെ ഒരാളുടെ സ്പേസ് കയറി അവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ പോവുക. അല്ലാണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം, ഇതിനൊക്കെ പുറകെ ഓടിയാലും മച്ചാ, എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ചെറിയ ലൈഫാണ്, പെട്ടെന്ന് പോവും പലതും. അതിൽ മെയിൻ കാര്യമാണ് ടൈം. സോ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ അങ്ങനെ ആവണം, നമ്മൾ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, വല്ല കാര്യം ഉണ്ടടാ അതിന്? ഒരു കാര്യമില്ല. വെറുതെ അതിനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റൊരാളുടെ സ്പേസ് കയറിയിട്ട് മറ്റൊരാളുടെ ഫ്രീഡത്തിൽ കയറിയിട്ട് കളിക്കാതെ അവനവൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക.
അടുത്തത് പല്ലവി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇഷ്ടമല്ല എന്ന് പോലും പറയേണ്ടി വന്നേക്കാം. ലവേഴ്സിനുള്ളതാണ് തോന്നുന്നു. അതെ, അതായത് എന്താ പറയാ, ഈ എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ആ ഇഷ്ടം തുറന്ന് പറയുന്ന ആ ടൈമോട് കൂടി എനിക്ക് ആ ഒരാളെ നഷ്ടപ്പെടും എന്ന് പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഞാൻ അതിന് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ആണ്. അതിന് മാച്ചായ ഒരു കോട്ടാണ് ആക്ച്വലി ഇത്. ഐ മീൻ കോട്ടല്ല, ഒരു റൈറ്റിംഗ് ആണിത്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇഷ്ടമല്ല എന്ന് പോലും പറയേണ്ടി വന്നേക്കാം. അങ്ങനത്തെ ഒരു ബേസ് ചെയ്ത് കോട്ടാണ്. അതായത് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്ന് പറയണം. അത് എന്ത് കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാലും നഷ്ടം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തുറന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ എന്താ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇഷ്ടമല്ല എന്ന് പോലും പറയേണ്ടി വന്നേക്കാം. എടാ, ഇഷ്ടം തോന്നിയ ആളോട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. ശരിയല്ലേ? കാരണം നമുക്ക് ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷൻ വന്നിട്ടുണ്ടാവും. അവർക്ക് നമ്മളോട്, നമുക്ക് അവരോട് മ്യൂച്വലി ഒരു ഇഷ്ടം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അത്ര ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാവും. സോ ആ ഒരാൾ നമ്മളോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റല്ലേ? സീരിയസ്ലി ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറയുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന്. ലൈക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മനസ്സിലാക്കി അങ്ങനെ കേട്ടോ. ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്നു പറയാം. പക്ഷെ ആ ഇഷ്ടത്തിനൊരു സത്യം വേണം. മനസ്സിലായില്ലേ ഞാൻ എന്താ പറഞ്ഞത്? ആ ഇഷ്ടം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു ഇഷ്ടമായിരിക്കണം. അല്ലാതെ വേറെ കുറേ ഇഷ്ടങ്ങളുണ്ട്, അങ്ങനത്തെ ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ അങ്ങനത്തെ ഇഷ്ടം ഒരു നല്ല രീതിയിൽ, ഐ മീൻ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇഷ്ടമാണെങ്കിൽ അത് തുറന്ന് പറയുക. വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം കൊണ്ട് പിടിച്ചു നിർത്താനോ ബാക്കോട്ട് പോകാനോ പറ്റുന്ന ഒന്നല്ല. സോ ഇഷ്ടം തോന്നിക്കഴിഞ്ഞ ഒരാളോട് ഇഷ്ടം തുറന്ന് പറയാം. അതുപോലെ തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ച ആൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അടുത്തത് കൊള്ളാലോ. ചില റൈറ്റിങ്സ് ഒക്കെ ഭയങ്കര മീനിങ് ആണ്. അതിങ്ങനെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ പെടുന്നൊരു പാടില്ലേ. അടുത്തെന്താ, ഇതെന്ത് പേരത്? ചിന്താശകലങ്ങൾ എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. ചിന്താശകലങ്ങൾ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ഒരു നല്ല മനുഷ്യന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്നത് മറ്റൊരാളുടെ അവസ്ഥയെ അറിയുക, അയാളുടെ അവസ്ഥയറിഞ്ഞ് അയാളോട് പെരുമാറുക എന്നതാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ലൈക്ക് നമ്മൾ ഇന്നലെ വരെ കണ്ട ആൾ പെട്ടെന്ന് ഇന്ന് ക്യാരക്ടർ മാറിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും അയാളോട് വിരോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ബേസിക്, ഒരു മനുഷ്യന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് എംപതി എന്നാണ് ഇവിടെ, ലൈക്ക് എംപതി എന്നൊരു വേർഡിനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. മറ്റൊരാളുടെ അവസ്ഥയെ അറിയുക, അയാളുടെ അവസ്ഥ അറിഞ്ഞ് അയാളോട് പെരുമാറുക എന്നതാണ്. നമുക്ക് ചുറ്റുള്ള ആളുകൾ പലതരത്തിൽ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആളുകളാകാം. സോ നമ്മളോട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് റൂഡായി നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മേ ബി അയാളുടെ അവസ്ഥ വളരെ മോശമാണെങ്കിലോ? ശരിയല്ലേ? ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും പുറത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരാൾ പറയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ബിഹേവ് ചെയ്യുന്ന രീതികൾ ചിലപ്പോൾ വളരെ 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 ഡിഫറെൻ്റ് ആവും. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പെട്ടെന്നുള്ള ഭയങ്കര റൂഡ് ബിഹേവിയറൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല അയാൾ ഏത് തരത്തിലാണ് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെടാതാവുമ്പോൾ നമ്മൾ തിരിച്ചും അങ്ങനെ പെരുമാറും, ഭയങ്കര റൂഡായിട്ട് പെരുമാറൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, അതിന് ചിലപ്പോൾ ഒരു വേദനയുടെ കഥയുണ്ടെങ്കിലോ പറയാൻ. സോ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്നത് പറയുന്നത് ഒരു എംപത്തറ്റിക് മൈൻഡ് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ അത് അധികമായാൽ ആളുകൾ നമ്മളെ മുതലെടുക്കും. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്, എന്ത്, അളവിലധികമായാൽ അമൃതും വിഷമാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സത്യമാണ്. എല്ലാം ഒരു പരിധി വരെ. ലൈക്ക് നമ്മൾ മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. എംപത്തി എന്ന് പറയുന്ന കാര്യത്തിനാണെങ്കിലും സിമ്പത്തി എന്ന് പറയുന്ന കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം നമ്മൾ. ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ഓവറായി കഴിഞ്ഞാൽ എല്ലാം വളരെ ബോറാവും. സോ അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അടുത്തത്
ലിവ് ഫോർ അതേഴ്സ് 07 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഹാവ്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു യൂസ് ഇറ്റ്. ഡീപ്പ് മീനിങ് ആടാ. ഈ ഒരു പിക്ചർ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ലാഡേഴ്സ് ഉണ്ട്. പക്ഷെ ആ ആൾക്ക് ആ ഒരു ലാഡർ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഒരൊറ്റ ലാഡറിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ ഏകദേശം ഒരു 10-20 ലാഡർ ഉണ്ട്. എന്നിട്ട് പോലും അയാൾ ഉദ്ദേശിച്ച കാര്യമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. സി, നമ്മളെ ലൈഫിൽ ചില ആളുകളും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളും വരും. അത് പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ എത്ര ചാൻസ് കിട്ടിയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ എത്ര ആളുകൾ കിട്ടിയിട്ടും കാര്യമില്ല. ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് തന്നെ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതല്ല. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. എല്ലാം നടക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാം നടക്കുന്നത് ഒരു നല്ല കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മളെ ലൈഫിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ അതിന് പകരം മറ്റെന്തോ വലുത് നടക്കാനുണ്ട്, മറ്റെന്തോ നല്ലൊരു കാര്യം നടക്കാനുണ്ട് എന്ന് വിശ്വസിക്കാനാണ് പേഴ്സണലി എനിക്കിഷ്ടം. കാരണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ, നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് ഒരു കാര്യമാവും, അതിലും നല്ലതാണ് നടക്കാനുള്ളത് എന്ന് വരുന്നൊരു തോട്ടുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു തോട്ടല്ലേ. സോ ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം ഇതിൽ പറഞ്ഞാൽ അതല്ല, നമ്മളെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നൊരു ചിന്ത നമുക്ക് വേണം. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാവും നമ്മളെ ലൈഫ് പിന്നെ പോവുക. സോ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. അല്ലാണ്ട് അത് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈസ നമ്മളിൽ കുറേ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആ പൈസ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നമ്മൾ പറയില്ല ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലാണെന്ന്. അതായത് ഉപയോഗിക്കാൻ അറിയാത്തൊരു കാര്യം നമുക്ക് എത്ര കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് ഉപയോഗിക്കാൻ നമുക്ക് അറിയണം. അത് ഉപയോഗിക്കാനുള്ള ഒരു കഴിവും ഒരു ശക്തിയും ബുദ്ധിയൊക്കെ നമുക്ക് വേണം. അതിപ്പോൾ എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ, എന്ത് വലിയ ഇപ്പം ഞാൻ പൈസ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. പക്ഷെ പൈസ മാത്രമല്ലടാ, ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ട്. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ ലൈഫിൽ എത്ര കിട്ടിയിട്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല. മേ ബി അത് കിട്ടിയാൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. അടുത്തത് തോട്ട്സ് ഓഫ് എൻത്ത് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. കാണാൻ കൊതിക്കുന്ന മുഖവും കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദവും ഒരുപാട് ദൂരെയാവുമ്പോൾ സ്വപ്നം കാണാനല്ലേ കഴിയൂ. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും കേൾക്കാൻ കൊതിക്കുന്ന ആ ഒരാളുടെ ശബ്ദം ഒരുപാട് ദൂരെയാണെങ്കിൽ സ്വപ്നം കാണാൻ തന്നെ കഴിയുള്ളൂ. അതിപ്പോൾ ഞാനിനി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അതിലെ A to Z കാര്യങ്ങളും ആ ഒരു കുറച്ച് ലൈൻസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മളെ മനസ്സിൽ അത്രയും ഒരാളെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കയ്യെത്താ ദൂരത്താണെങ്കിൽ സ്വപ്നം കാണാനല്ലാണ്ട് എങ്ങനെയാണ് നമ്മളൊരു നേരിട്ട് കാണുക? നേരിട്ട് കാണാനും നേരിട്ട് ശബ്ദം കേൾക്കാനും ടെക്നോളജി വൈസ് നമുക്ക് ഓരോ കാണാനും കേൾക്കാനൊക്കെ പറ്റും. വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പറ്റും. പക്ഷെ എങ്കിൽ പോലും നേരിട്ട് കാണാനും നേരിട്ട് സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ടാവും. ആ ആളുകൾ ഒരുപാട് ദൂരെയാവുമ്പോൾ സ്വപ്നം തന്നെ ശരണം. എന്താല്ലേ. അടുത്തത് സോ ഗൈസ്, എപ്പിസോഡ് 21 ലാസ്റ്റ് കോട്ടാണിത്. ആക്ച്വലി ലാസ്റ്റ് റൈറ്റിംഗ് ആണിത്. സോ നമുക്ക് നോക്കാം. റൈറ്റിംഗ്സ് ഓഫ് ഫെബി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ചില സൗഹൃദങ്ങൾ തന്ന നല്ല നിമിഷങ്ങളോളം വിലപ്പെട്ടതാവില്ല മറ്റൊന്നും. അത് പോയി ഒരു ഫോട്ടോ ആയിരുന്നു. റൈറ്റിംഗ്സ് ബൈ ഫെബി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ചില സൗഹൃദങ്ങൾ തന്ന നല്ല നിമിഷങ്ങളോളം വിലപ്പെട്ടതാവില്ല മറ്റൊന്നും. പരസ്യമായി കാണുന്ന കളിയാക്കലുകളും ആരും കാണാതെയുള്ള ചേർത്ത് പിടിക്കലുകളും നന്ദി എൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറിയതിന്. ലൈഫിൽ
ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലടാ അതൊരു ഭാഗ്യമാണ്. ലൈക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താ പറയുക, എല്ലാവർക്കും ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പറയാനുണ്ടാവില്ല. കുറേ ആളുകൾ അബദ്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടെ പഠിച്ച ആളുകൾ ഫ്രണ്ടാണ്, ജോലി ചെയ്യുന്ന ആളുകൾ ഫ്രണ്ടാണ്. എല്ലാവരും ഫ്രണ്ട്സ് അല്ല. കൂടെ പഠിക്കുന്നവർ ക്ലാസ്മേറ്റ്സ് ആണ്, കൂടെ ജോലി ചെയ്യുന്നവർ കൊളീഗ്സ് ആണ്, ഒരേ ബാച്ചിൽ പഠിച്ചവർ ബാച്ച്മേറ്റ്സ് ആണ്. എടാ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് അതങ്ങനെ എല്ലാവർക്കും ആകാൻ കഴിയൂല. അതിനൊരു അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഫ്രണ്ട് എന്ന വേർഡിന് തന്നെ. നമ്മളൊരാളെ ഫ്രണ്ട് എന്ന് വിളിക്കുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം, അയാൾ ഫ്രണ്ട് എന്ന വേർഡിന് അർഹനാണോ അർഹനാണോ വേർഡ് കറക്റ്റാണോ, ഡിസേർവിങ് ആണോ, കറക്റ്റ്. ആ ഒരു ഫ്രണ്ട് എന്ന വേർഡിന് അയാൾ ഡിസേർവിങ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ആ ഒരു സർക്കിളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ലൈക്ക് തമ്മിലടാ ഭയങ്കര കളിയാക്കലുകളും ആടിയും പിടിയും ഒക്കെ ആവും. പക്ഷെ അത് രസമുള്ള ഗ്യാങ് ആവും, രസമുള്ള സർക്കിളാവും. ആ സർക്കിളിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല, നമ്മൾ ഒന്നിനെ കുറിച്ചും വെറിയിടാവില്ല. പക്ഷെ ആ സർക്കിളിൽ നിന്നും മാറിയ അപ്പം നമുക്ക് ടെൻഷൻ കൂടും, നമ്മളാകെ സ്ട്രെസ്ഡ് ആവുകയൊക്കെ ചെയ്യും. പക്ഷെ ചില സർക്കിളുണ്ട്, ആ ഒരു സർക്കിളിൽ നിൽക്കുന്ന ടൈം നമ്മളങ്ങോട്ട് മാറും. എങ്ങനെയാണെന്ന് അറിയില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചില ഫ്രണ്ട്സ് നല്ല മെഡിസിൻസാ. ചില ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് നല്ല മെഡിസിൻസാ. ലൈക്ക് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അത് കിട്ടുന്ന ആളുകൾ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്. അവർ ലൈക്ക് പടച്ചോൻ അനുഗ്രഹിച്ച കുറച്ച് ആളുകളാണ്. അതുമല്ല ആ ഒരു സർക്കിള് എല്ലാ കാലത്തും നമ്മൾ കൂടെ ഉണ്ടാവണം എന്നില്ല, അതാണ് മെയിൻ കാര്യം. പക്ഷെ ഉള്ള കാലം നമ്മൾ എല്ലാം മറന്ന സർക്കിളിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു റിയൽ സർക്കിളാണ്, അതൊരു റിയൽ കണക്ഷനാണ്. അവിടെയാണ് എന്താ പറയുക, ഫ്രണ്ട് എന്ന വേർഡിനും ഫ്രണ്ട്സ് എന്ന വേർഡിനും ഒരു നല്ല കണക്ഷൻ ലൈക്ക് കണക്ഷൻ എന്ന് തന്നെ പറയാം. ഒരു നല്ല കണക്ഷൻ വരുന്നൊരു സർക്കിൾ, ആ ഒരു സർക്കിൾ നമ്മളെല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫ്രണ്ട് സർക്കിളാണ്. അങ്ങനെയാണ്. ഇതിൽ പറയണ്ടല്ലോ ലാസ്റ്റ്, നന്ദി എൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറിയതിന്. അവരോട് പറയാ, തുറന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫ്രണ്ട്സ് അങ്ങനെ ലൈക്ക് എൻ്റെ ഫ്രണ്ട് ആയതിൽ ഒരുപാട് നന്ദി അങ്ങനെ പറയുമ്പോഴൊക്കെ അത് ഭയങ്കര ഫോർമൽ ആയിട്ട് തോന്നും. ഫ്രണ്ട്സിൻ്റെ ഇടയിലടാ ചിരി, കളികൾ, തമാശകൾ, അതുപോലെ തന്നെ കളിയാക്കലുകൾ, ഇതൊക്കെ ഭയങ്കര ഭയങ്കര പ്യുവറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുക, അവർ തമ്മിലുള്ള ഫൈറ്റുകൾ, കാര്യങ്ങൾ, ലൈക്ക് അതൊക്കെ ഉണ്ടല്ലോ, മിസ് ചെയ്യുന്ന ആളുകൾക്കാവും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവുക. ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പോഴും നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ ഒരു 10% ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഫ്രണ്ട് സർക്കിൾ മിസ് ചെയ്യുന്ന ആളുകൾക്ക് പറയാൻ ഒരു 1000% ഉണ്ടാവും. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഗൈസ്, എപ്പിസോഡ് 21 നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ബൈ ദ വേ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, എപ്പിസോഡ് 21 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ ഷോൾഡർ പെയിന് വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും അങ്ങനെ അങ്ങോട്ട് ഒരു എനർജി വരുന്നില്ല. ഞാൻ പരമാവധി എനർജിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഷോൾഡർ പെയിൻ വന്നു. അതായത് ഞാൻ സംബന്ധിച്ചാൽ ഞാൻ ലൈക്ക് ഇന്നലെ ഒന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ ഈ പില്ലോ വെച്ചതിൽ 2 പില്ലോൻ്റെ മുകളിലാണ് ഞാൻ തല വെച്ച് ഉറങ്ങിയത്. അതെനിക്ക് രാവിലെ എണീറ്റപ്പോൾ നല്ല പണി കിട്ടി. എൻ്റെ ഈ 2 ഷോൾഡറിനും നല്ല പെയിൻ ഉണ്ട്. അതിന് നല്ല ബുദ്ധിമുട്ട് എൻ്റെ സംസാരത്തിലൊക്കെ വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു പരിധിയിലപ്പുറം എനർജി എടുക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഐ എം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ്, ബട്ട് ഐ കാൺട്ട് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ചില സമയത്ത്. അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ എപ്പിസോഡ് 21 കണ്ടേക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞാനും കാര്യമാക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. ആൻഡ് കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ നമ്മളെ കോമൻറ്റ് സെക്ഷനിൽ ഇഷ്ടമുള്ള കോട്ട ഏതാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ കോട്ട്സ് എഴുതിയിടുക, റൈറ്റിങ്സ് എഴുതിയിടുക, പേജുകൾ എന്താ പറയുക, പേജുകളുടെ പേരും ഇൻസ്റ്റയിലെ പേജുകളുടെ പേരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബ് കോമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിലെ പേജ് ഞാൻ ഹാബിൽ എന്ന പേജ് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിലും നമ്മുടെ റീൽസ് ഇതിൻ്റെ പോകുന്നുണ്ട്, അതിലും കോമൻറ്റ് ചെയ്യുക. അതിലൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾ കോമൻറ്റ് ചെയ്താൽ ആ ഒരു കോമൻറ്റ് കാണും. സോ അതിലൊക്കെ മാക്സിമം നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ തന്നെ കോഡ്സും റൈറ്റിങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.